കവി അക്ബർ ഉണ്ട്. അക്ബർ ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ്. സാഹിത്യ രംഗത്ത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ചില അധിനിവേശങ്ങൾ അങ്ങനെ തന്നെ പറയണം എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള നടപടികൾ ഈ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് തന്നെയാണെന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ ഈ പ്രഭാവർമ്മയുടെ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. കാരണം നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് എൻ്റെ ഒരു കവിത ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞ കവിത, ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന കവിത ഒരു DC ബുക്സിന്റെ ഒരു ആന്തോളജിയിൽ ഇറങ്ങിയപ്പോൾ, ഒരു സമാഹാരത്തിൽ ഇറങ്ങിയപ്പോൾ അതിനെ വിമർശിച്ച ജനം ടിവിയിൽ ഞാൻ രാജ്യദ്രോഹിയാണെന്നും പറഞ്ഞ അവരാദ്യം വാർത്തോർത്താണ്. അതുമായിട്ട് അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടാതെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കൃതി ശരിക്ക് വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ കൃതിയിലൂടെ അദ്ദേഹത്തിന്റെ കവിപരമായ ഒരു അന്വേഷണമാണ് കൃഷ്ണനെ നടത്തുന്നത്. ആ പുസ്തകം വായിച്ചാൽ അറിയാം, വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ആ അന്വേഷണത്തെ ചിലർ ഭയക്കുന്നു എന്നാണ് അതിൽ കരുതുന്നത്. കാരണം സാംസ്കാരിക പൈതൃകം തങ്ങളുടേതാണെന്ന് മാത്രം വരുത്തി തീർത്തുകൊണ്ടാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ അജണ്ടകൾ പല രീതിയിൽ വർഗീയമായി തന്നെ, അത് എല്ലാ മതത്തിലും ഉള്ളതുപോലെ തന്നെ മതപരമായി തന്നെ ഒരു ഭരണകൂടം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ലല്ലോ. ഒരുപക്ഷെ ഇത് അവസാനത്തേതുമാകാൻ വഴിയില്ല. പക്ഷേ ഇത് നമുക്ക് സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാവിയിൽ തന്നെ വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ഇടപെടലല്ലേ? ഇതിനെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാവേണ്ടത്? അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു തവണ അല്ലെങ്കിൽ നട്ടല് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ശീലമാകുന്ന രീതിയിലേക്ക് വീണ്ടും അങ്ങനെ തന്നെ നിന്ന് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം ഈ പണ്ടൊക്കെ, ഇപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു, KS രതീഷാണെന്ന് തോന്നുന്നു പറഞ്ഞത്, രണ്ടാമൂഴം എന്ന കൃതി ഇപ്പോഴാണ് ഇറങ്ങുന്നതെങ്കിൽ അതിന്റെ അവസ്ഥ വേറൊരു തലത്തിലേക്ക് മാറിയേനെ, MT രാജ്യദ്രോഹിയായേനെ. അതോടൊപ്പം തന്നെ OV വിജയന്റെ പ്രശസ്തമായ ഒരു കഥയുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ചുള്ള. ഒരു ആ കഥയൊക്കെ ഇപ്പോഴാണ് പ്രസിദ്ധീകരിക്കണമെങ്കിൽ, ഇന്ന് VKന്റെ പല കൃതികളും ഇപ്പോഴാണ് എഴുതുന്നെങ്കിൽ പലപ്പോഴും അത് വേറെ രീതിയിലായിരിക്കാം അടയാളപ്പെടുത്തുക, വേറെ രീതിയിലായിരിക്കാം അതിനെ ഈ പറയുന്ന ആളുകൾ, ഈ വർഗീയ ഭരണകൂടങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം പേടിയാണ്, ഓരോ ദിവസവും പേടിപ്പെടുത്തുന്ന തീരുമാനങ്ങളും പലതും വരുന്നു. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങളിലെ പള്ളികളും ആരാധനാലയങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കേരളത്തിൽ വേറൊരു രീതിയിൽ ഇതുപോലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സാഹിത്യത്തിൽ മാത്രമല്ല, മറ്റ് സാമൂഹ്യ ജീവിതത്തിലും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യത്തിലും രാഷ്ട്രീയമായി ഇടപെടുന്നവരെ ഒറ്റപ്പെടുത്തുക, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരെ, അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ ഒക്കെ ഒറ്റപ്പെടുന്ന രീതിയിൽ അവരുടെ കൂടെ പോകാൻ തയ്യാറാകാത്ത എഴുത്തുകാരോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തകരോ ആയിക്കോട്ടെ, അവരെ രാജ്യദ്രോഹി അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധൻ എന്ന് വരുത്തി തീർക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ കീഴിലുള്ള ഒരു സമിതി കൊടുക്കുന്ന ജ്ഞാനപ്പാന പുരസ്കാരം. അത് പ്രഭാവർമ്മയ്ക്ക് നൽകിയത്, അതിനെതിരെ കേസ് കൊടുക്കുകയും പിന്നീട് പ്രഭാവർമ്മ തന്നെ ആ അവാർഡ് വേണ്ട എന്ന് പറയുന്നതിലും എത്തിച്ചേർന്നത്. കാരണം ഇതൊരു പേടിപ്പെടുത്തലിന്റെ കൂടി അനുഭവമാണ്. കാരണം ഇത് ഒരാളെ പേടിപ്പിച്ച് മാറ്റാം എന്നാണ് ഇങ്ങനെയുള്ളവരുടെ വിചാരം. അത് ഭാവിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പുതിയ തലമുറയിലും കുട്ടികളിൽ വരെ ഇത് വർഗീയമായിട്ട് അല്ലാതെയും രാഷ്ട്രീയമായിട്ടും കുത്തിവെക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം പല സാഹിത്യകൃതികൾക്കെതിരെയും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് പല കാലത്ത്. അത് ലക്ഷ്യമിടുന്നതും ഇത് തന്നെയാണ്. ഈ എബി പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളെ പേടിപ്പെടുത്തുന്ന
ഒരു കാലത്തിലേക്കാണ് ഇത്തരം നീക്കങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഒരു പുരസ്കാരം 2020 പുരസ്കാരമാണ് പ്രഭാവർമ്മയ്ക്ക് നൽകിയിരുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിനുശേഷം പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2021 KB ശ്രീദേവിക്ക് പുരസ്കാരം കൊടുക്കുന്നു. 2022 പുരസ്കാരം K ജയകുമാറിന് നൽകുന്നു. ഇപ്പോൾ 2023 പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്തയാഴ്ച പുരസ്കാരം കൊടുക്കാൻ പോകും. ഈ മധുസൂദനൻ നായർക്കാണ് പുരസ്കാരം. പക്ഷെ ഇവർക്ക് ആർക്കും കൊടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല. അവർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ആ പൈസ മറ്റൊരു തരത്തിലും വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തിട്ടൂരം അവർ കാണുന്നില്ല. പക്ഷേ പ്രഭാവർമ്മയ്ക്ക് കൊടുക്കുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ചില ചട്ടക്കൂടുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിനെതിരെ ഇത്തരത്തിലുള്ള ചില മുട്ടാപ്പൊക്കി ന്യായങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ കെ സതീഷ് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഇത് വായനയുടെ പ്രശ്നമാണ്, ചിലരുടെ കണ്ണട ഉപയോഗിച്ചുള്ള വായന കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് തരത്തിലും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ചിലരുടെ വായനയുടെയും ചില വായന ഇല്ലാത്തതിൻ്റെയും പ്രശ്നമാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇത് തികച്ചും രാഷ്ട്രീയമാണ്. കാരണം പ്രഭാവർമ്മ ഒരു ഇടതുപക്ഷ സഹയാത്രികനും കൂടാതെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള ഒരാളും കൂടിയാണ്. അതൊരു രാഷ്ട്രീയമായ എതിർപ്പ് കൂടി ഇതിലുണ്ട്. ഒന്ന്. രണ്ട്, ശ്യാമമാധവം എന്ന കൃതിയെ അതിനെ താറടിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ നടക്കുന്നുണ്ട്. അതായത് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയ ഭാരതീയ ഇതിഹാസ കഥാപാത്രങ്ങളെ ഞങ്ങൾ പറയുന്നത് പോലെ എഴുതിയാൽ മതി എന്നൊരു ഒരു പറയാതെ പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതുകൂടി ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെ, രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ തന്നെയാണ് പ്രഭാവർമ്മയ്ക്ക് എതിരെ ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിൽപ്പെട്ട ഒരാൾ എന്ന നിലയിലും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിലും പ്രഭാവർമ്മ ആക്രമിക്കപ്പെട്ടു എന്ന് കരുതാം. തീർച്ചയായും വളരെ നന്ദി ശ്രീ അക്ബർ, അങ്ങയുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. വളരെ പേടിപ്പെടുത്തുന്ന തന്നെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഏവരും ഈ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ സാഹിത്യത്തെ സാഹിത്യമായി കാണുകയും അക്ഷരങ്ങളായി തന്നെ കാണുകയും ചെയ്ത മനുഷ്യർ ഇതിനെ വിലയിരുത്തുന്നത്.